உனக்கு இந்த வாக்கு பிடிச்சிருக்கா? ஏன் பிடிச்சிருக்கு? உனக்கு மழை பிடிக்குமா? உனக்கு என்ன பிடிக்குமா? ஏன்னா இவக்கு இப்படி ஒரு அக்கே தான் கிடைச்சிருச்சு. என்ன இனி என்ன கூப்பிடும் சொல்லுங்க. என்ன അതും சொல்லு. കോഴിക്കോട് ഇത്രയൊന്നും ഇല്ല. ഇവിടെ കുറേ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തിട്ടുണ്ട്. വെതർ ഇങ്ങനെ ആണ്ട് വലിയ ക്ലാരിറ്റി ഇല്ല. പിന്നെ നമ്മൾ എടുക്കുന്നത് ആരെ മഴയത്തുള്ള ഈ വാക്ക് ടു റിമെമ്പർ. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് വ്ലോഗ്. ടീച്ചർ ടാറ്റ. അഗൈൻ ടാറ്റ. നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? இங்க பாரு தங்கி சொல்லுங்க. எனக்கும் தெரியாது. உங்க பேர் சொல்லு. பிரபா. பிரபா எங்க இருந்து வருந்தது? மறையூர். மறையூர் எங்க? மறையூர்ல தான். ஓகே. ரெண்டு கேர்ள்ஸ் நடந்து போகிறதே. இங்க பாருங்க. അവർക്ക് வந்து മഴയത്ത് നടക്കണമെന്ന് சொல்லி അപ്പോൾ ഞാൻ ഇവരെയും കൂട്ടി പോകുകയാണ്. ഈ ഏരിയ வந்து ரொம்ப நல்ல ஏரியா. அதாவது வந்து நல்ல பச்சைப்புள்ள ஏரியா. உங்க അവിടെ ഇപ്പിടിതാ പ്രഭ? ഉങ്ക അവിടെ ഇതുപോലെയാണോ ഏരിയ ഒക്കെ? ആമാ. പച്ചപ്പാ? ആ. സെയിം. എപ്പിടി? സെയിം. വ്യത്യാസമൊന്നുമില്ല? ഇല്ല. ഞാൻ വരാം. അത് ചെയ്യാം. ടൈം ഇരിക്കില്ലേ? നമ്മളെങ്ങോട്ടാ പോകുന്നേ? ഡോണ്ട് സേ മൈ. എന്റെ സോൾമേറ്റിനെ അന്വേഷിച്ചുള്ള യാത്രയിലാണ് ഗൈസ്. വേർ വിൽ ഐ ഫൈൻഡ് ഹിം? അത് പാടില്ല. அக்ஷயா, அக்ஷயா, அஞ்சு, அந்த வண்டியில் உங்களோட சோல்மேட் இருக்கு. കണ്ടോ സോൾമേറ്റിന് തിരഞ്ഞ് നടക്കുമ്പോ കണ്ടോ ലൈറ്റ് വരെ കത്തി. സൈന 6 മണിയായില്ല, 5 സംതിങ്. സോ ഞങ്ങൾ ഇവിടുത്തെ ക്ലൈമറ്റ് ഉനക്ക് പിടിച്ചാച്ചാ? இந்த பசங்க இந்த பொண்ணுங்க வந்து என்ன ரொம்ப கிண்டல் பண்ணுங்க. பேர்ல கேட்டது அത്ര ഉള്ളൂ അല്ല കിண்டൽ അല്ല. രാവിലെ എണീറ്റ് ഏറി നടക്കാനൊക്കെ സമയമില്ല. இந்த അക്ഷയാവുടെ ഫോൺ வந்து ரொம்ப ക്ലാരിറ്റിയേ ഇല്ല. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഒന്നുമില്ല ഗൈസ്. ഞാൻ മഴ പെയ്തപ്പോൾ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാ. അപ്പം എനിക്ക് മറ്റേ ഡയലോഗാണ് മനസ്സിൽ വരുന്നത്. എടി മറ്റേ മൂവിയിലെ ഡയലോഗ് ഇല്ലേ, മഴ പെയ്യുമ്പോൾ പാടത്തേക്ക് ഇറങ്ങാൻ. അങ്ങനെയല്ല, മഴ പെയ്യുമ്പോൾ പാടത്തേക്ക് ഇറങ്ങാൻ നീ എന്താ? അല്ല, വേറെന്തോ വേർഡായില്ലോ പറയുന്നേ. അല്ല, ഓംശാൻ ട്യൂഷനല്ലോ അവൻ്റെ ഡയലോഗ് എന്തേനു? അത് എനിക്ക് தெரியாது. ഇനി ഞങ്ങൾ നിങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ പോവാണ്. ബൈ. இந்த பக்கம் அந்த பொண்ணுங்க നമുക്ക് പിന്നാടി വരട്ടെ. പിന്നാടി നടക്കാനാ എനിക്കല്ല. അയ്യോ, എന്താ വണ്ടി വരുത്, നമുക്ക് സൈഡാക്കാം. ഇനി ഞാൻ കൊട പിടിക്കാം. அதுதான் அக்ஷயாவோட சோல்மேட். இந்த டேஸ்ல என் முடி வந்து ரொம்ப தின்னாதான் இருக்கேன். இங்க பாரு பிரபா, சே ஹாய். வந்து ரொம்ப பாவம் குட்டி. ഇവിടെ ഒരു ഫാം ഉണ്ട് ഗൈസ്. എൻ്റെ മലയാളം ഞാൻ മറന്നു പോകുന്നു. നമ്മൾ പിന്നെ ഒറ്റയ്ക്ക് എടുക്കാമോ? മുന്നേ പോകുന്നത് കഴുതകൾ, മുന്നേ പോകുന്നത് കഴുതകൾ. അവർക്ക് ചെവി കേൾക്കാതെ ഇവിടെയും കൂടി ചേർത്ത് പറഞ്ഞതാ. ഇവിടെ ഒരു വീടൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ചളിപിടിയാണ്. നീ കോഴിക്കോട് വന്നിട്ടുണ്ടോ? ഇല്ല. ഒരു ദിവസം വാങ്ങോ, നമുക്ക് അവർ മുന്നേ പോവാ. അവരിങ്ങനെ നടക്കുന്നുണ്ട്. എനിക്ക് അസൂയ വരുന്നു. ഞാൻ ക്യാമറ ഓഫ് ആക്കിയിട്ട് മഴ എൻജോയ് ചെയ്ത് നടക്കട്ടെ. ഐ എം സോറി ഗൈസ്. ഞങ്ങൾ ഇവിടെ എങ്ങോട്ടാ? നമുക്ക് തിരിച്ചു പോകാനുള്ള വഴി അറിയില്ലേ? അതൊന്നും മിണ്ടുന്നില്ല. ഇവിടെ എന്തൊക്കെ ഇവിടെ അലക്കാ ഈ വഴി എനിക്കറിയാം. ഓ, നല്ല കാറ്റാണ് അടിക്കുന്നത്. ഓ മൈ ഗോഡ്. ഞാൻ കാറ്റ് ആസ്വദിക്കട്ടെ. ഇല്ല, ഇവിടെ ഫോൺ എങ്ങനെ വീണാൽ ഉള്ളിൽ പഞ്ഞിക്കിടുന്നതായിരിക്കും. ഇവിടെ കണ്ടോ, നമ്മൾ കേരളം പോലെയല്ല. ഇവിടെ കുറേ തുണികളൊക്കെ ഇങ്ങനെ അയമലിട്ട് കണ്ടോ. കോഴിക്കോട് ഇത്രയൊന്നും ഇല്ല. ഇവിടെ കുറേ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തിട്ടുണ്ട്. വെതർ ഇങ്ങനെ ആണ്ട് വലിയ ക്ലാരിറ്റി ഇല്ല. പിന്നെ നമ്മൾ എടുക്കുന്നത് ആരെ ഫോണിലാണ്? എൻ്റെ ഫോൺ. ഇനി ഞാൻ കുറച്ച് എടുക്കുന്നില്ല ഗൈസ്. ഇത് വന്ന് തമിഴ് പക്കം. കുറേ തമിഴ് പക്കല്ല. സോറി.
ഇവിടെ വന്ന് കുറേ തമിഴാണ് മനുഷ്യന്മാർക്ക്, കേരള മനുഷ്യന്മാർ കുറവാട്ടോ ഈ ഭാഗത്തൊക്കെ. അപ്പോൾ ഞങ്ങൾ അഞ്ച് இந்த வீடியோ ரொம்ப ரொம்ப டெரர். நான் வந்து வீடியோ ஸ்டாப் பண்ணி கொஞ்சம் ஆஸ்வதிக்கட்டேன். எனக்கு ആരൊക്കെ വരുന്നുണ്ട്, വേണം നമുക്ക് ഓരോ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. അവിടെ നമ്മൾ എന്തൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. സോൾമേറ്റിനെ കാണുന്നില്ല. ഇതെൻ്റെ രാജുവേട്ടൻ കാണണം. അഞ്ചു இந்த വീഡിയോ രാജുവേട്ടൻ பார்க்கணும். എന്നിട്ട് ഞങ്ങൾ പ്രഭു സ്റ്റോർസ് இந்த സ്ഥലം എടുക്കട്ടെ. അത് വന്ന് ഇനി നമുക്ക് മുന്നേ പോയി ബോറടിക്കുന്നു. വാ. കഴിഞ്ഞ ജന്മത്തിൽ இந்த பொண்ணு ஏதாவது நன்மை செய்துன்னு இவர் சொல்லுது. അത് அது ஏன்னா இவக்கு இப்படி ஒரு அக்கே தான் கிடைச்சிருச்சு. என்ன இனி என்ன கூப்பிடும் சொல்லுங்க. என்ன அக்கா അതും சொல்லு. ഞങ്ങളിങ്ങനെ വന്ന് റോഡ് സൈഡിലെത്തി. ഇവിടെ എവിടെയാണ് അഞ്ചുവിന്റെ സോൾമേറ്റ് വരുന്നത്. പോയി ഇനി അപ്പടി സ്ഥലം പട്ടിക്കാട് ഉങ്ക അവിടത്തെ സ്ഥലത്തിന്റെ പേര്. എടി സത്യം അവിടെ ഒരു സ്ഥലം ഉണ്ടടി, ഞാനത് അന്തം വിട്ടു. ഞാൻ ഓളെ തോണ്ടി കാട്ടി ബസ് പോകുമ്പോൾ എന്നെ ബസ് കാത്തിരിപ്പ് സെന്ററിൽ എത്തി. ഇതിലാണ് ഞങ്ങൾ പച്ചക്കറി മാർക്കറ്റ് പോലെ. ഇല്ല അവിടെ 2 പേര് വന്ന് എന്തോ കസ എന്തോ അടി என்ன വേണ്ടടി അപ്പം എന്തോ சொல்லுது. അയ്യോ നമുക്ക് ഓഫാക്കാം. അവർ വന്ന് ഡിഷും അത് നമുക്ക് കണ്ടോ പാവം മനുഷ്യന്മാർ. ഡിഷും അതിവിടെ കോമണാ, എപ്പം பார்த்தாലും ഡിഷും. ഇനി നമുക്ക് റൈറ്റ് വേണോ ലെഫ്റ്റ് വേണോ? എന്നാ ഒന്നാമേലും വേണ്ട, നമുക്ക് ലെഫ്റ്റിലേക്ക് പോവാം. കണ്ടോ ഇതിന്റെ മല കണ്ടോ? കാരണം ഞങ്ങൾ നടന്ന് തേക്കടി എത്തിയോ? ഇല്ല തേക്കടി തന്നെ. സോറി ഇവളിനെ കൊല്ലും. തേക്കടി റോസ് പാർക്കിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളിവിടെ കുമളി വന്നിട്ട് ഇതുവരെ റോസ് പാർക്കിൽ വന്നിട്ടില്ലേനു. ഒരു ദിവസം റോസ് പാർക്ക് കയറുന്നതായിരിക്കും. ഇവിടെ വരികയാണെങ്കിൽ രാവിലെ വരണം, അതിനകത്രം കാണാണ്ടല്ലേ പൈസ മുതലാവില്ല. ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ബാക്കി വ്യൂ എടുക്കാം. അവൾക്ക് സ്നാപ്പ് എടുക്കണം പറഞ്ഞിരിക്കുന്നു, സ്നാപ്പിന് കൊടുക്കാം. ആയിട്ട് നിൽക്കുകയാണ് ഗൈസ്. ബിക്കോസ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു ഐസ്ക്രീം കഴിക്കാൻ വിചാരിച്ചു. പക്ഷെ അവിടെ മഴ ആയതുകൊണ്ട് ഒരു ഐസ്ക്രീം ഇല്ലയെന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ ഒരു പൂ കിട്ടി. അപ്പം ഇങ്ങ് പാரு ഉനക്ക് എന്ത് വാക്ക് പിടിച്ചിരിക്കാ? ஏன் பிடிச்சிருக்கு? உனக்கு மழை பிடிக்குமா? உனக்கு என்ன பிடிக்குமா? ഇനി ഇവിടെ വേറെ ഒന്നുമില്ല, ഞങ്ങൾ തിരിച്ച് നടക്കുക. ഇവിടെയാണ് ഞങ്ങൾക്ക് സ്ഥലം കാട്ടി തന്നോ മറ്റേ പച്ചക്കറി മാർക്കറ്റ്? അപ്പുറത്താടാ, കുറച്ചുകൂടി മുന്നോട്ട് നടന്ന പച്ചക്കറി മാർക്കറ്റ്. ഇനി ഇതിൽ നേരെ നടന്ന 1-ാം മൈലെത്തും. ഞങ്ങൾക്ക് ഐസ്ക്രീം കിടക്കല്ലേ. ഇവിടെ വേറൊരു പീടിയുണ്ട്. ഇത് ഐസ്ക്രീം പീടിയല്ലല്ലോ അഞ്ചു, അത് ഐസ്ക്രീം പീടിയാണോ? അവിടെയും പോവാൻ ചാൻസ് ഇല്ല. ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാം. ഞങ്ങൾ അതർ ഷോപ്പിൽ ഐസ്ക്രീം കഴിക്കാൻ വന്നതാണ്. ഐസ്ക്രീം ഉണ്ടോ നമുക്ക് നോക്കാം. ഉണ്ടോ? ഇല്ല. രണ്ടാമത്തെ ഷോപ്പിലും ഐസ്ക്രീം ഇല്ല. വി ബിക്കം മോർ സെഡ്. അല്ലെങ്കിൽ ഐസ്ക്രീം മഴയത്ത് കഴിക്കുന്നത് നല്ലതല്ലേടി? അങ്ങനെ ഐസ്ക്രീമും കിട്ടിയില്ല. അഞ്ജുവിന്റെ സോൾമേറ്റിനെയും കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റിയില്ല. ഇനി ആ കാറ് പോണെയാണോ അഞ്ജുവിന്റെ സോൾമേറ്റ് എന്ന് അറിയില്ല. എന്നെ കണ്ടപ്പോ നിർത്താണ്ടോ പോയത്. എടീ സോൾ ഉണ്ടെങ്കിലല്ലേ മെയ്റ്റ് ഉണ്ടാവുള്ളൂ. ശരിക്കും ആരോ നടന്നു വരുന്നു. എൻ്റെ ആളുകൾ വിചാരിക്കും കണ്ടോ നമുക്ക് വട്ടാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഐസ്ക്രീമും കിട്ടിയില്ല. അഞ്ചുവിൻ്റെ സോൾമേറ്റിനെയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഉനക്ക് എപ്പടി തോന്നുന്നത്? കുളുകുളു കാറ്റ് വീശുത്, നല്ല മഴ ഇരിക്കുന്നത്. ഞങ്ങൾ വന്ന് അയ്യോ പോയി. ഫൈനലി ഐസ്ക്രീം കടച്ചു വെച്ചു. എന്നെ ഐസ്ക്രീം അന്ത പക്ക. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം മേടിച്ച് വരുമ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് ക്യൂട്ട് തത്തുണ്ട്. അയ്യോ ഐസ്ക്രീം മേടിക്കും. എനിക്ക് മാംഗോ ബാർ ആയിരുന്നു പറഞ്ഞത്, പക്ഷെ മാംഗോ ബാർ കിട്ടിയില്ല. ലാസ്റ്റ് ഈ സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഞങ്ങൾ നടക്കട്ടെ. ഈ പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങൾ വീട്ടിൽ കയറുന്നതല്ലോ. നിങ്ങൾ കണ്ട തന്നെയല്ലേ, പിന്നെ ബോറടിക്കുക. അതിനോട് ഞങ്ങൾ സൈനിങ് ഓഫ്. ഗുഡ് ബൈ. എടീ ഒരു ഗുഡ് ബൈ അഞ്ജു. അഞ്ജു ഈസ് ഓൾവേസ് ചോക്ലേറ്റ്. இந்த பொண்ணுக்கு ஐஸ்கிரீம் எங்க சொல்லு. எங்க வேண்டாம். அது ஏன்? நல்ல மழை. அதுக்கு
അഞ്ജുവിനെ ഇപ്പം പോയി അഞ്ജുവിൻ്റെ സോൾമേറ്റിനെ കിടക്കാം. അഞ്ജുവിൻ്റെ സോൾമേറ്റിനെ തരുന്നുള്ള യാത്രയിൽ നമുക്ക് സോൾമേറ്റിനെ കിട്ടില്ല. പക്ഷെ എന്ത് കിട്ടി? ഐസ്ക്രീം കിട്ടി. സോൾമേറ്റ് ഇല്ല, ഐസ്ക്രീം ഉണ്ട്. നമ്മളോട് വഴിയിലുണ്ടായിരിക്കും പറഞ്ഞ് നമ്മളെ വിളിച്ചുകൊണ്ട് വന്നത്. അപ്പം ഞങ്ങളിവിടെ കയറുമ്പോൾ സമയം എത്രയായി? 6:30. ഞാൻ வந்து குண்டு குண்டா இருக்கேன். ஏன்னா டீச்சர் இப்போ இங்கே ரொம்ப ரொம்ப ஃபுட்டு தீட்டுது. என் அம்மாயும் அப்படிதான். ஆனாலும் நான் வேண்டாம் வேண்டாம் சொல்லும். இங்கே டீச்சர் வேண்டான்னு கேட்கவே இல்லை. ടീച്ചർ ரொம்ப സ്വീറ്റ്. നമ്മൾ പോണ വഴിക്ക് ടീച്ചറിനെ നമുക്ക് വരുന്ന വഴിക്ക് നമ്മളെടുത്തു, പോണ വഴിക്ക് ഒന്നുകൂടെ എടുക്കാം. ഇതാണ് അഞ്ജുവിൻ്റെ സോൾമേറ്റ്. ഹൂ നോസ്? അഞ്ജു 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 ഇത് താനാ ഇവൻ താനാ? ഞങ്ങൾ ഫൈനലി വി റീച്ച്ഡ് ഹോം. നോട്ട് ഹോം, ടീച്ചേഴ്സ് ഹോം. ചളി പിടി. ഈ ടീച്ചറിനോട് ബായ് പറഞ്ഞിട്ട് ടീച്ചർ ബായ്. ടീച്ചർ ബായ്. ടീച്ചർ ഒരുങ്ങിയില്ലാന്ന്. സൈനിങ് ഓഫ് പറയൂ. അല്ല, ഇനിയും കാണുന്നവരേക്കും ബായ്. ടീച്ചർ സുന്ദരായിട്ട് നമുക്ക് പിന്നെ എടുക്കാവുന്നതാണ്.